നൻപറുകളെ നൻപികളെ മാർക്കോ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിതുവരെ മാർക്കോ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ കരക്കമ്പി കേൾക്കുന്നത് പ്രകാരം ഇത് മലയാളം സിനിമയുടെ തന്നെ അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ ആദ്യത്തെ KGF അല്ല, പകരം ഇന്ത്യൻ സിനിമയുടെ തന്നെ ആദ്യത്തെ മാർക്കോ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും ഇത്തരം ബെഞ്ച് മാർക്കായിട്ട് വരുന്ന സിനിമകൾ ഇനി ഒരുപാട് ഉണ്ടാവണം. എന്നാൽ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഓൺലൈൻ മീഡിയാസിന് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈറ്റൊക്കെ കണ്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫേസ്ബുക്ക് വരെ പോയി. അപ്പോൾ എൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരാളുടെ അടുത്തൊരു ഹേറ്റ് ഉണ്ടെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാകുന്ന ടൈമിലും ഈ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കുറേ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും വർഗീയതയും തുപ്പിക്കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാർ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ടിപ്പിക്കൽ മലയാളികളുടെ ഒരു മോശമായിട്ടുള്ള കാര്യം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ശുദ്ധ തന്തയില്ലായ്മ അത്ര, അത് മാത്രമേ പറയാനുള്ളൂ. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിന് വേണേൽ നമ്മുടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഓൺലൈൻ മീഡിയാസിന് കൊടുത്തേക്കുന്ന ബൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഇവരെല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജഗദീഷ് ചേട്ടൻ തുടക്കത്തിൽ തന്നെ സാറിൻ്റെ എക്സൈറ്റ്മെന്റ് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ഈ ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ്, ഞങ്ങളുടെ പോസ്റ്റേഴ്സിന് ഒരുപാട് സ്വീകാര്യത ഉണ്ടായി. അതേപോലെ തന്നെ ടീസർ, ഫിൽം മേക്കിംഗ്. ശരിയാണ്, ഇതിൻ്റെ ടീസർ പോസ്റ്റർ ഇതും കൊണ്ടുള്ള സ്വീകാര്യത എന്ന് വെച്ചാൽ ഭയങ്കര വലിയ രീതിയിലായിരുന്നു. കാരണം അവിടുന്ന് കിട്ടിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഞാൻ മുമ്പും വീഡിയോസ് ചെയ്ത സമയത്ത്, മാർക്കോ റിലേറ്റഡ് വീഡിയോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ടീസർ എന്ന് പറയുന്ന ഒരൊറ്റ സാധനം മതി ഈ മാർക്കോ സിനിമയുടെ ഹൈപ്പ് എന്താണെന്നും ഇതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊമോഷനായിരുന്നു ആ ടീസർ എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം ഇവർ ചെയ്തേക്കുന്ന മറ്റേ ടീസർ റീക്രിയേഷൻ ഫെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന് ഇൻഫ്ലുവൻസേഴ്സിനെ ഇടയ്ക്ക് ഒരു കോമാളിയാക്കുന്ന പരിപാടി കാണിച്ചപ്പോൾ നമ്മളത് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിച്ചിട്ടുള്ളതാണ്. നമ്മൾ നല്ലതും പറയും, നല്ലത് കണ്ടാൽ നല്ലതെന്നും പറയും, മോശം കണ്ടാൽ മോശം എന്ന് പറയും. ഇവിടെ ഈ ഒരു സക്സസ്സിൽ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഇവർക്ക് ഇപ്പം പറയുന്നൊരു സാധനമുണ്ട്, ജസ്റ്റ് ഒന്ന് ഫൈറ്റുള്ള സിനിമയാണെന്ന് മാത്രം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞ് മാത്രം സിനിമ കയറൂല എന്നൊക്കെ ഉണ്ണിമുന്ത പറയുന്നുണ്ട്. പക്ഷേ അന്ന് ജഗദീഷ് ഏട്ടൻ കൊടുത്തൊരു ഹൈപ്പ് ഉള്ള കാര്യം പറയാമല്ലോ. അന്ന് വേറൊരു സിനിമയുടെ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോഴാണ് ജഗദീഷ് ഏട്ടൻ അന്ന് ആ ഒരു ഡയലോഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എനിക്ക് തന്നെ പേടിയാവുന്നു, എന്നെ കൊണ്ട് ഇത് എന്തൊക്കെയാ ചെയ്യിക്കുന്നുള്ള. പുകവലിയും മദ്യപാനമൊക്കെ പോട്ടെ, അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ കണ്ടോളൂ. ഏറ്റവും ക്രൂവലായിട്ടുള്ള, സമൂഹത്തില് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അയ്യോ എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങൾ. ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങളില്ലേ, ഇവിടുന്ന് തുടങ്ങിയതാണ് മാർക്കോ സിനിമയുടെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ. കാര്യം അമ്മാതിരി റേഞ്ച് കയറ്റി വെക്കാനാണ്. കാര്യം ജഗദീഷ് ചേട്ടനാണെങ്കിൽ അങ്ങനെ ഇന്റർവ്യൂസിൽ അധികമായിട്ട് വന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളുള്ള ഒരാളല്ല. പക്ഷെ ആ ഒരാൾ വന്നിട്ട് ഇങ്ങനൊരു സിനിമേനെ പറ്റിയിട്ട് വേറൊരു സിനിമയുടെ ഇന്റർവ്യൂവിൽ, പ്രൊമോഷൻ്റെ ഇന്റർവ്യൂവിൽ വന്നിരുന്നതാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട്, സിനിമയുടെ പേര് പോലും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു ഡയലോഗാണ്. അവിടുന്ന് ആളുകൾ ഓഡിയൻസിന് കണക്ട് ചെയ്ത് മാർക്കോ സിനിമയെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അവിടുന്ന് കയറിയ ഒരു ഹൈപ്പ് ഉണ്ട്. പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ ഹൈപ്പ് ഒന്നും അന്വർത്ഥമായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരുപാട് സന്തോഷം. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ലാൽ സാറും വില്ലനായിട്ടൊക്കെ തുടങ്ങിയത്. അപ്പൊ ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുത്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. അത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ കട്ട് എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം അതേ ചെയ്യും. അതിൽ വേറെ എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ല ഞാൻ. ഓക്കെ, ഇപ്പം പുള്ളി പറയുന്നത് ഓഡിയൻസിന് എന്താണോ താല്പര്യം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, പേഴ്സണൽ താല്പര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാത്രം നിൽക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. കാരണം അങ്ങനെ മാത്രം എല്ലാ ആക്ടേഴ്സും തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആറാം തമ്പുരാന് പോലുള്ള സിനിമകളുടെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സീരീസ്, അല്ലെങ്കിൽ കിരീടം ചെങ്കോല് പോലെയുള്ള സിനിമകളുടെ സീരീസ് അല്ലേ, അത്തരം, അല്ലെങ്കിൽ ആടുതോമ സിനിമയുടെ ആണെങ്കിൽ അതിൻ്റെ കുറേ സീരീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അപ്പം അത് തന്നെ കണ്ടിന്യൂലി ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കാണാൻ ഒരു നടലിൽ നിന്ന്, ഇപ്പം ലാലേട്ടനാണെങ്കിൽ തന്നെ മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച് ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ടെങ്കിൽ മോനെ സവാരിഗിരി, ഈ ഡയലോഗ് കേൾക്കാനാണ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടം അല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമകളും അത് തന്നെ ആകുമ്പോഴത്തേക്കിന് പ്രേക്ഷകർ അത് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ പ്രേക്ഷകർ അവർ തന്നെ പറയും, ഇപ്പം കുറച്ച് അടുപ്പിച്ച് ഇങ്ങനെ കുറച്ച് പടങ്ങൾ വരുമ്പോഴത്തേക്കിന് കണ്ടിട്ട് പറയും ഓ എന്തോന്നറിയത് എന്ന് അവർക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്ടങ്ങളിലൂടെ എല്ലാവരും നോക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഒരു ആക്ടറിനും അവരുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഒരു സാധനം ചിലപ്പോൾ ഒരു ആക്ടറിന് ഒരു ഫിലിം ചൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. 1.25 വന്ന പാട്ട് ഗംഭീരമായിരിക്കും, പബ്ലിക് റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് അത് ചെയ്ത് കൊടുക്കുക ചെയ്യണം. സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ ദി മെയിൻ ഗൈസ് സിനിമ കാണുന്ന പ്രേക്ഷകനാണ്.
എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാറില്ല. ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് പ്രേക്ഷകനാണ് ദ ബിഗ് ഗായ്, അല്ലെങ്കിൽ അയാളാണ് കിങ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അത് വളരെ നല്ല കാര്യമാണ്. ആ ഒരു തിരിച്ചറിവ് വരുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പം ഞാൻ ഒരിക്കലും എന്താ പറയുക, ഇവരെ ഉപദേശിക്കാനോ സംഭവത്തിനൊന്നും പറയുന്നൊരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം ലാസ്റ്റ് നമ്മുടെ ആ ഒരു മാളികപ്പുറം സിനിമ ഇറങ്ങിയ സമയത്തേക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ചേട്ടനുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അന്ന് സായി ചേട്ടൻ ആ ഒരു പുള്ളിയുടെ ഒരു സംഭവം പറഞ്ഞത്, പുള്ളി ഒരു പ്രേക്ഷകനാണ്, ഒരു റിവ്യൂവർ എന്ന അപ്പുറത്തേക്കിന് പുള്ളി ഒരു പ്രേക്ഷകനാണ്. ആ ഒരു പ്രേക്ഷകൻ്റെ ഒരു സംഭവമാണ് പറഞ്ഞത്. അന്ന് ഈ സമയം ഇഗ്നോർ ചെയ്ത് വിട്ടിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ അന്ന് അതിനകത്ത് കയറി റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിന് ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ പല ഭാഗങ്ങളും എക്സ്പോസ്ഡ് ആയി, കുറേ ഹേറ്റ് വന്നു, കുറേ സപ്പോർട്ട് വന്നു. പക്ഷേ ഒരു നടൻ എന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഒരു പ്രേക്ഷകൻ ഈ ഒരു തിരിച്ചറിവാണ് എല്ലാ നടന്മാർക്കും ഉണ്ടാകുന്നത്. കാര്യം ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴത്തേക്കിന് പല സ്ഥലങ്ങളിലേക്കും നമുക്ക് മിണ്ടാണ്ടിരിക്കേണ്ടതായിട്ട് വരും. പഴയ ചില സാധനങ്ങൾ നമുക്ക് മിണ്ടാൻ ഇഷ്ടപ്പെടാതെ നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, അന്നത്തെ ആ വിഷയം പോലെ ഇങ്ങനെ ആയി തീരുകയും ചെയ്യും. ഞാൻ സിനിമയിൽ എത്തിയത് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമകളൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ഇതിനെക്കുറിച്ച് നോളജ് ഒന്നുമില്ല. ഞാൻ അഹമ്മദാബാദിൽ നിന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് കയറുക. എനിക്ക് 2000 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്ന്. ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മൊമെന്റിൽ അവർ ക്യാൻസൽ ചെയ്യും. ഞാൻ പിന്നെയും അങ്ങോട്ട് പോകും. അങ്ങനെ പഠിത്തം വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പനി കയറി. ഇപ്പോൾ കമ്പനിയിൽ എല്ലാ മാസം 2.5 ദിവസം മന്ത്ലി എനിക്ക് ലീവ് കിട്ടും. അപ്പോൾ ഞാൻ 4 മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് 8 ദിവസത്തെ 10 ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് തിരിച്ചിങ്ങോട്ട് വരും. ഇത് പിന്നെയും ക്യാൻസലാവും. എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല. ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ല ബേസിക്കലി. എൻ്റെ ഇന്റൻഷൻസ് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസിലടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു കിക്കുണ്ട്. എനിക്ക് 17 വയസ്സായിരുന്നു. ടുഡേ ഐ എം 37. എനിക്ക് 20 വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ മറ്റേ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നമ്മൾ പൊട്ടിത്തെറിക്കും, നമ്മൾ കരയും, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. ജെന്യൂനായിട്ടുള്ളൊരു കാര്യമാണ് പുള്ളി ഇപ്പോൾ ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്നത്. കാരണം പുള്ളിക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഈ ഒരു 10-20 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ ഇതിൻ്റെ ഒരു അജണ്ട കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നൊക്കെ പുള്ളി പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ലാസ്റ്റ് ആ ഒരു മാളികപ്പുറം ഇറങ്ങിയ സമയത്ത് സീക്രട്ട് ഏജന്റ് സായി ചേട്ടനായിട്ടുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ അല്ലേ. ഒരു ഭയങ്കര ജെന്യൂനായിട്ടുള്ളൊരു പേഴ്സൺ, പുള്ളിക്ക് എല്ലാവരെയും തോന്നുന്ന ഒരു ഇമോഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അത് കാണിച്ചു. പക്ഷേ സിനിമക്കാരുടെ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയിലേക്ക് അവരുടെ ഏറ്റവും വലിയൊരു അവർക്കൊരു ബാഡായിട്ട് അവരുടെ ലൈഫിൽ വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സ്ഥലങ്ങളിലും അവർക്ക് നിശബ്ദരായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. കാരണം പ്രേക്ഷകരാണ് എല്ലാം എന്ന് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സിനിമ നടൻ വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രേക്ഷകരെ മോശമായിട്ട് സംസാരിക്കുന്നത്. പ്രേക്ഷകരെ മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഹേറ്റ് ഉണ്ടാവും. അവർക്കുള്ള ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ പ്രേക്ഷകർക്കുണ്ടാകുന്ന ആ ഒരു ഇഷ്ടമാണ് ഒരു നടനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിർത്തുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകനെ അല്ലെങ്കിൽ ആ ഒരു നടനെ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ കേടുന്ന ആളുകൾ നാളെ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു നടനോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നൈസായിട്ട് വലിയും. പിന്നെ അയാളുടെ മാർക്കറ്റ് അവിടെ കുറയും. പിന്നെ ആ ഒരു സിനിമാ നടൻ്റെ തകർച്ചയിലോട്ടായിരിക്കും പോവുക അല്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു ജെന്യൂനായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ബട്ട് ഒരു പരിധി വരെയെങ്കിലും നമ്മളാണെങ്കിൽ ഒരു പബ്ലിക്കിലോട്ട് നമ്മളൊരു ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി പബ്ലിക്കിലോട്ട് വരുമ്പോഴത്തേക്കിന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അത് ഓരോ ആളുകളുടെയും എന്താ പറയുക നിസ്സഹായാവസ്ഥയാണ്. എൻ്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇടിവെട്ട് സിനിമകൾ ചെയ്യണമെന്നാണ്. അതിപ്പം ഉണ്ണി മുകുന്ദൻ്റെ മാത്രമല്ല, എല്ലാ നടന്മാരുടെയും ഈ പറയുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഇടിവെട്ട് സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ്. അല്ലാതെ ഒരു നടന്മാരും ആഗ്രഹിക്കില്ല അവാർഡ് പടം തന്നെ കണ്ടിന്യൂസ്ലി ചെയ്യാന്നുള്ളത്. എല്ലാ നടന്മാർക്കും അടിപൊളി പടം ചെയ്യണമെന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. ഇത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഷെരീഫിനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി. ഷെരീഫ് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ 14 ഡിഫൻഡറാണ് പോയത്. ഈ 14 ഡിഫൻഡറിൽ 3 ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ 2.5 ലക്ഷം രൂപയാണ് പോകുന്നത്. ഞാൻ ചുമ്മാ പറയാ. പക്ഷേ എൻ്റെ ഭ്രാന്തിന് ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ്, ബ്ലൈൻഡ് കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞു വന്നത് അതെ, ഭ്രാന്തമായിട്ടുള്ള ചിന്തകൾ വരുമ്പോഴേ ഭ്രാന്തമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരികയുള്ളൂ. നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ശാന്തി സമാധാനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ഭ്രാന്തമായിട്ടുള്ള ചിന്തകൾ വരണം, ഭ്രാന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നണം, ഭ്രാന്തമായിട്ട് ആ ചെയ്യുന്ന സാധനത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് വേൾഡിലെ നമ്പർ 1 യൂട്യൂബറാണ്. അയാളുടെ വീഡിയോസിനകത്തൊരു വാവ് ഫാക്ടർ തോന്നുന്നത് കാരണം ഭ്രാന്തമായിട്ടുള്ള വീഡിയോസാണ് പുള്ളി ചെയ്യുന്നത്. മറ്റേ ലംബോർഗിനിയൊക്കെ കൊണ്ടുവന്നിട്ട് മറ്റേ ഹൈഡ്രോളിക് മറ്റേ സംഭവം അടിച്ച് തകർക്കുമല്ലോ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് ഭ്രാന്തമായിട്ടുള്ള അറിഞ്ഞിട്ട പേരാണ് മിസ്റ്റർ ബീസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരം ചിന്തകൾ വന്നതിൻ്റെ പേരിൽ, അത്തരം ക്രിയേറ്റിവിറ്റി വന്നതിൻ്റെ പേരിലാണ് പുള്ളി ഒരു നമ്പർ 1
ഒരു യൂട്യൂബറായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാണെങ്കിൽ ഇപ്പം ഉണ്ണിമുകുന്ദൻ എന്നുള്ള ആക്ടറിൻ്റെ ഈ ഒരു ഭ്രാന്തമായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് മോസ്റ്റ് വയലന്റ് ഫിലിം എന്നുള്ളതാണ് റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ പല തിയേറ്റർ റെസ്പോൺസിലൂടെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്രയും ഭ്രാന്തമായിട്ടുള്ളൊരു സാധനം ചിന്തിച്ചു, അത് എക്സിക്യൂട്ട് ചെയ്തു, നല്ല രീതിയിൽ വർക്കൗട്ടായി എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണലാണ്. ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി. എന്നെ വേണ്ടപ്പെട്ടവർ എന്നോട് കുറേ പേര് പറഞ്ഞു, ഇനി എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത്, യു ഡിൻ കം ദിസ് ഫാർ. അതാണ്, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വർക്ക് എന്താണോ അത് ചെയ്യുക, അതുമായിട്ട് നൈസായിട്ട് മൂവ് ഓൺ ചെയ്യുക, പോവുക, നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് ഇറക്കുക, പ്രേക്ഷകർ ഇത് സ്വീകരിക്കും, അങ്ങനെ പോവുക എന്നുള്ളത് മാത്രം. നമ്മൾ പബ്ലിക്കോട്ട് ഇറങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. കുറേ കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇമോഷൻസ് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ മാത്രം മതി. പുറമേ പലർക്കും ഈ സിനിമ ഈ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഇമോഷൻ പുറമേ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്, കല്ലേറുകൾ ഒരുപാട് വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള കമൻറ്റ് ബോക്സ് ഉണ്ട്, ഞാൻ അതിലോട്ടൊക്കെ വരാം. ഇപ്പം എൻ്റെ ലൈഫിൽ സിനിമ മാത്രമായി പോയി കേരളത്തിൽ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് സിനിമേനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു വന്നു. ഐ മീൻ ലൈക്ക് ഞാൻ ഇനി അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം. വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് എൻ്റെ ഫുൾ എനർജി, എൻ്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഫുൾ ഫോക്കസ് സിനിമയിലോട്ട് തന്നെ കൊടുക്കുക, എന്നിട്ട് ഇത്തരം ഹിറ്റുകൾ അടിക്കുക. കാരണം പുള്ളി ഇങ്ങനെ ഒരു ഹിറ്റ് അടിക്കുമ്പോഴത്തേക്കിന് അത് പുള്ളിയുടെ മാത്രം നേട്ടമല്ല. ഒരു ആസ് എ പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് നമുക്ക് ഇത്തരം നല്ല പ്രോഡക്റ്റ് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വലിയ ഭാഗമാണ്. കാരണം നമ്മൾ KGF പോലുള്ള തെലുങ്ക് പടത്തിൻ്റെ റീമേക്ക് മാത്രം കണ്ട് സാറ്റിസ്ഫൈ ചെയ്താൽ പോരല്ലോ. നമുക്ക് നമ്മുടേതായിട്ട് പറയാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ആസ് എ പ്രേക്ഷകൻ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റൂലേ, നമുക്ക് ആണ്ട്രാ ഞങ്ങൾക്ക് കൊണ്ടാ ഇതുപോലത്തെ ഒരു പടം, ഇതുപോലത്തെ അല്ലേ താണ്ട് മാർക്ക് എന്ന് പറയുന്നത് 1 and only പീസ് നമുക്ക് കൊണ്ടാ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലേ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പടം കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളവരുടെ റെസ്പോണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയണത്. ഓക്കെ, പടം കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഇത്രയും സക്സസ് റേറ്റിൽ ഈ ഇപ്പം സിനിമ ഇങ്ങനെ ഇപ്പോൾ 2 ദിവസമായി, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് 2 ദിവസമായി. അപ്പം ഈ ഒരു ടൈമിൽ ഇത്രയും സക്സസ് ആയിട്ട് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ആളുകൾക്ക് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് തോന്നുന്നുള്ളൊരു ഹേറ്റ് ആ ഒരു സിനിമയോട് കാണിക്കുക, അല്ലെങ്കിൽ ഈ സിനിമയുടെ സക്സസ്സിൽ അയാളെ പിന്നോട്ട് വലിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു തന്തയില്ലാത്ത പരിപാടി കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഫേസ്ബുക്കിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എത്തി നോക്കിയപ്പോഴത്തേക്കിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഉണ്ട്, ഇങ്ങോട്ടൊക്കെ വെക്കാം. ഇവൻ ഏതാണ്, അൻഷാദ് സമാദം നെട്ടിക്കുന്ന ഒരാളാണ്, ഇവൻ ഏതാണെന്ന്. ഉണ്ണി മുകുന്ദനാണ്, മാർക്കോ സിനിമയാണ്, നമ്മുടെ അൻഷാദ് സമാദിന് ആരാന്ന് അറിയത്തില്ലെങ്കിൽ മനസ്സിലായിക്കോ, ഇതാണ് നിന്റെ തന്ത. ഓക്കെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എടി ഇതൊക്കെ എന്താണ് ഈ കുസൂയ പോലും അസൂയയും കുശുമ്പും ഇങ്ങനെ തലയ്ക്ക് മൂത്തിരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പിന്നെ ഈ സംഘി ചത്തില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഈ സംഘി ചത്തില്ലേന്ന് എന്തെന്നടേ, ചത്ത് കാണാനെ കൊണ്ട് ഇത്രയ്ക്ക് കൊതിയാ നിങ്ങൾക്ക്? സംഘികൾക്ക് വേണ്ടി മാത്രം ഒരു സിനിമ, കുറേ എലിവാണങ്ങൾ പാഴ് ജന്മം. എന്നിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് താണ്ട് ഭയങ്കര എന്താ പറയുക കോമഡിയാക്കി വെച്ചേക്കുന്ന ഒരു സംഭവമാണിത്. എന്താ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവണില്ല. സമാജം സ്റ്റാർ ചുണ്ണി, സംഘികൾക്ക് വേണ്ടി മാത്രം ഒരു സിനിമ. എന്താ ഈ പടം കാണാൻ സംഘികൾ മാത്രമേ തിയേറ്ററിൽ കയറുന്നുള്ളൂ, വേറെ ആരും കയറുന്നില്ലേ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. പിന്നെ ഉണ്ണി മുകുന്ദനെ തിരിച്ചടി, പീഡന ശ്രമക്കേസിലെ സ്റ്റേ നീക്കി ഹൈക്കോടതി, അഭിഭാഷകൻ സൈബി വ്യാജരേഖ ചമച്ചെന്ന് കണ്ടെത്തൽ. പണ്ടത്തെ കേസാണ് ഇതൊക്കെ, പണ്ടത്തെ സാധനം. അതിപ്പോൾ ഈ ഒരു സിനിമയുടെ സക്സസ് റേറ്റിൽ നിൽക്കുന്ന ടൈമിൽ അയാളെ അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള വിഷം തുപ്പുകയാണ്. ആ സാധനം എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് കണ്ടിറങ്ങുന്നവർ എന്തോ വയലൻസ് എന്ന് ആരോ പഠിപ്പിച്ചതുപോലെ എല്ലാവരും ഒരേ സ്വരം. അതെ, തിയേറ്ററിൽ വെച്ചിട്ട് എല്ലാവർക്കും ക്ലാസ് കൊടുക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിന് വയലൻസ് എന്ന് എല്ലാവരും പറഞ്ഞിറങ്ങണം. അതൊരു മന്ത്രമാണ്, അത് ജപിക്കണം, അത് ജപിക്കുമ്പോൾ എന്തോ പുണ്യം കിട്ടും, അങ്ങനെ പറഞ്ഞിറക്കിയതാണല്ലോ. പിന്നെ ഹിന്ദു വർഗീയവാദികൾ സിനിമ കാണാതെ പ്രൊമോഷനായി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഉണ്ണിമുകുന്ദൻ എന്ന വർഗീയവാദി ബാബരി മസ്ജിദ് തകർത്ത ദിവസം സിനിമാ സ്റ്റൈലിൽ ജയ് ശ്രീരാം എന്ന ഹിന്ദു തീവ്രവാദികളുടെ മുദ്രാവാക്യം വിളിച്ച് ആഘോഷിച്ചിരുന്നു. ഓക്കെ, അന്ന് ഈ സംഭവം ആ ഒരു ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ആ ഒരു ഇഷ്യൂവിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ സാധനം ഇപ്പോൾ ഇവിടെ പറയേണ്ട ഒരു ആവശ്യകത എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇവിടെ പറയേണ്ട ഒരു ആവശ്യകത എന്താണ്? ഇപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്താണ് പുള്ളി ചെയ്തത്? പുള്ളി ജയ് ശ്രീറാം എന്ന് പറഞ്ഞൊരു സംഭവം ഇട്ടു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാനും എനിക്ക് ഈ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, പാർട്ടി രാഷ്ട്രീയം ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പുള്ളി ഞാൻ അഭിമാനത്തോടുകൂടി എന്ന് പറയുന്ന സാധനമാണ് ഞാനൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട്. പുള്ളി അങ്ങനെ അഭിമാനത്തോടു കൂടി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പുള്ളിയുടെ വിശ്വാസം മാറിയിട്ടുള്ളതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ബട്ട് പല സ്പീച്ചുകളിലും എവിടെയെങ്കിലുമൊക്കെ പുള്ളിയുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് പുള്ളി പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ മുമ്പ് വിമർശിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അത് ഇവിടെ കൊണ്ട് തുപ്പേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്.
പിന്നെ ഒരു പീഡന കേസിലെ പ്രതി അണ്ടിമുക്ക് ശാഖ സൂപ്പർ സ്റ്റാർ നാഗ്പൂർ ശാഖയിൽ നിന്ന് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ സമാജം സ്റ്റാർ സ്ത്രീ ഉണ്ണി അയ്യപ്പൻ മുകുന്ദൻ്റെ വയലന്റ് സിനിമ ആയ മാർക്കോ റിലീസ് ആയിട്ടുണ്ട്. ആയതിനാൽ ഇന്നും നാളെയും ശാഖകൾ തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു. തിയേറ്ററുകൾ സംഘം കീഴടക്കി. ഇനി എത്താനുള്ള പരമാവധി സംഘമിത്രങ്ങളെ തിയേറ്ററിൽ എത്തിക്കാൻ സ്റ്റേറ്റ് ശാല പന്ന പ്രമുഖിൻ്റെ എഴുതാൻ പോലും അറിയത്തില്ല നെഗറ്റീവ് കമൻറ്റ് പടച്ചു വിടുമ്പോഴത്തേക്കിന് പ്രത്യേക നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഇനി തിയേറ്ററിന് സംഘം കാവൽ നിൽക്കും. എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഫോട്ടോ, അപ്പു, പിന്നെ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ ഇവരൊക്കെ വെച്ചിട്ട് വർഗീയത തുപ്പാനെ കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇപ്പം അയാളൊരു ഹിന്ദു ആയിട്ടുള്ള ആളാണ്, ഹിന്ദു വിശ്വാസി ആയിട്ടുള്ള ഒരാളാണ്, അയാൾ BJP അനുഭാവി ആയിരിക്കാം, കാര്യങ്ങളൊക്കെ ശരിയാണ്, അതൊക്കെ ഒരു സൈഡിൽ ഇരുന്നോട്ടെ. നിങ്ങളിപ്പം തീവ്ര അല്ലെങ്കിൽ ഈ ഒരു ഹിന്ദുമത വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇപ്പം ഉണ്ണിമോഹൻ എന്തെങ്കിലും അത്രയ്ക്ക് ക്രൂരത ചെയ്തു, ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പള്ളിയാണെങ്കിൽ അകത്ത് കയറിയിട്ട് അടിച്ച് തകർത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങളോട് ദ്രോഹം ചെയ്തോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഈ മാർക്കോ സിനിമ ഇറങ്ങി ഇതിനൊരു സക്സസ് ഉണ്ടായി. ഇത്രയും ദിവസം നിങ്ങൾ ഉണ്ണിമോഹനെ പറ്റിയിട്ട് എവിടെയും ചർച്ചാ വിഷയങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമ ഇറങ്ങി ഇതൊരു സക്സസ് ആയിട്ട് പ്രസ് മീറ്റിന് മുന്നിട്ട് ഒരു വന്ന വഴിയെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് അയാളുടെ ആ ഒരു എഫേർട്ടിനെ പറ്റിയിട്ട് സംസാരിച്ച് ഒരു വീഡിയോയ്ക്ക് മീഡിയസിന് ബൈറ്റ് കൊടുത്തപ്പോഴത്തേക്കിന് പിന്നീട് നിങ്ങൾക്ക് പൊട്ടുന്ന കുരു ഇതാണ്. ഓക്കെ, അല്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഹേറ്റുള്ള ആരൊരു സിനിമ ചെയ്തു സക്സസ് ആവുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു സക്സസ് കണ്ടിട്ട് നിങ്ങൾക്ക് കുരു പൊട്ടുന്നു, അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മലയാളികളുടെ ടിപ്പിക്കൽ മലയാളികളുടെ പഴഞ്ചൻ ചിന്താഗതി, അല്ലെങ്കിൽ പഴയ ഇത്, അല്ലെങ്കിൽ അങ്ങനത്തെ ബോധമില്ലാത്ത കിണറ്റി കിടക്കുന്ന തവള എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്തയില്ലായ്മത്തരമാണ്.